ഹലോ ഹായ് വെൽക്കം ടു അവർ ചാനൽ കുക്ക് ഫ്രം കേരള. അപ്പോൾ ഇന്നൊരു പുതിയ കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ചേന വെച്ചിട്ട് ഒരു അടിപൊളി ചേനക്കറി വെച്ചാലോ. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ചേന എടുത്ത് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് എന്നിവ ഇട്ട് അതിന് വേണ്ട ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചേന വേവിക്കാൻ വെക്കാം. അതിന് വേണ്ടി ഞാനിവിടെ 2 വിസിലാണ് വിടുന്നത്. സാധാരണ ഒരു വിസിൽ വിട്ടാൽ ചിലപ്പോൾ അത് വന്നെന്ന് വരില്ല. കറിക്കാവുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. അതിന് വേണ്ടി 2 വിസിൽ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അതിന് വേണ്ടി ഞാൻ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിന് വേണ്ട ചേരുവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ, അതുപോലെ ഒരു 6 ചെറിയുള്ളി, 2-3 വെളുത്തുള്ളി, അല്പം ജീരകം എന്നിവയാണ് എടുത്തിരിക്കുന്നത്. അതിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുക. അരച്ച് മാറ്റിയതിന് ശേഷം ഇവിടെ ഞാൻ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ശേഷം ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അതിന് ശേഷം കുക്കറിൽ നിന്ന് വിസിൽ മാറ്റിയതിന് ശേഷം ചേന നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കാം. കറിക്കാവുമ്പോൾ നന്നായിട്ട് ഉടച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് ഉടച്ച് നല്ല രീതിയിൽ വരുത്തതിന് ശേഷം അത് ചെറു തീയിലൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല കുഴമ്പ് രൂപത്തിലുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെക്കുക. അതിന് ശേഷം ഞാനിവിടെ ചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് വേറെ ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അല്പം കടുക് ഞാനിവിടെ 2 സ്പൂൺ കടുകാണ് എടുക്കുന്നത്. 2 ചെറിയ സ്പൂൺ കടുക്. അപ്പോൾ ആ കടുകും കൂടെ ഇട്ട് നന്നായിട്ട് കടുക് പൊട്ടി വരുമ്പം ഞാനിവിടെ 6 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 6 ചെറിയ ഉള്ളി നല്ല ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുന്ന പോലെ ചെറിയതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു നല്ല ബ്രൗൺ കളർ വരുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ഇടാം. ഞാൻ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വറ്റൽമുളകും ചേർത്ത് അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ആ താളിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കാണുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.